എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഒരു എരിശ്ശേരി വെച്ചാലോ. അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം മത്തങ്ങയും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. നമ്മൾ ചേനയും മത്തങ്ങയും എടുക്കുമ്പോൾ മത്തങ്ങയുടെ ഇരട്ടി വേണം ചേന എടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ആ കറിക്കൊരു എരിശ്ശേരി വെച്ച സ്വാദ് കിട്ടുകയുള്ളൂ. ഞാനിതെല്ലാം ചേനയും മത്തങ്ങയും എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ടുവാണ്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നതിലേക്ക്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് കഷ്ണം മൂടാൻ കണക്കിനൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേകാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ എല്ലാ കഷ്ണത്തേലും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അടച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ മതി. കാരണം ഇത് നന്നായിട്ടും വേവുന്ന ചേനയാണ്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വേവാത്ത ചേനയാണെങ്കിലും നന്നായിട്ട് വെന്തോളും. 3 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി മാറ്റി വയ്ക്കാം. ഇതാ 3 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ട് ഇതിലേക്കുള്ള തേങ്ങയാണ് ഈ തേങ്ങ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എരിശ്ശേരി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് വറുത്തിടാനുള്ള തേങ്ങയാണിത്. ഇത് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അങ്ങനെ നമുക്ക് ഇളക്കി അത് വറുത്തെടുക്കാം. ഇനി ആ സമയത്ത് തന്നെ നമുക്കിതിനുള്ള അരപ്പം റെഡിയാക്കാം. ഒരു അരമുറി തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരിമുളക്, ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഇതിനുള്ള അരപ്പിനുമുള്ളത്. നമുക്ക് തേങ്ങ വറക്കുന്ന സമയത്ത് തന്നെ അതും കൂടെ അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ വറക്കുവാണ്. ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് എരിശ്ശേരി വെച്ചാൽ നല്ല സാധാരണ. നല്ല തേങ്ങ വറുത്തിടാതെ വയ്ക്കുന്നവരുമുണ്ട്. അങ്ങനെ പലരും പല വിധത്തിലാണ് വെക്കുന്നത്. നമ്മുടെ തേങ്ങ ഇപ്പോൾ ഇതേ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ആയിക്കഴിഞ്ഞ് ഞാൻ വാങ്ങി വെച്ചു. ഈ സമയത്ത് നമ്മുടെ ആവിയെല്ലാം കുക്കറിൽ നിന്ന് പോയി കണ്ടോ, തുറന്ന് ഞാൻ എടുത്തു. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന്. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടും അത് വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി അത് നമുക്ക് കുറച്ച് ഉടച്ചു കൊടുക്കാം. ഞാൻ പിന്നെ കുക്കറിനകത്ത് വെച്ചാലും ഒരിക്കലും ഞാൻ കുക്കറിൽ അരപ്പ് ചേർക്കാറില്ല. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടാണ് അരപ്പ് ചേർക്കാറുള്ളത്. അതുപോലെ തന്നെ ഇന്നും ഞാൻ അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ആ കഷ്ണങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മൾ ഒത്തിരി വെള്ളം ഇതിന് ചേർക്കണ്ട, അതാണ് നല്ലത്. എരിശ്ശേരി വെക്കുമ്പം കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ലൂസായി കിടന്നാൽ നമുക്ക് കൂട്ടാനും ഒരു രസമില്ല. കണ്ടോ, ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. 1 മിനിറ്റ് ഇരുന്നാൽ മതി, ഒന്ന് തിളച്ചോളും. തിള വന്നു കഴിഞ്ഞു. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇനിയാണ് നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് എരിശ്ശേരി കൂട്ടുമ്പം ഈ തേങ്ങ കടിച്ച് നമുക്ക് കഴിക്കാൻ നല്ല രസമാണ്. ഓണത്തിനും വിഷുവിനുമൊക്കെ നമ്മൾ മിക്കവാറും ഇങ്ങനെ ചേനയും മത്തങ്ങയും കൂടെ എരിശ്ശേരി വെക്കാറുണ്ട്. കണ്ടോ, ഇപ്പം പാകത്തിന് വെള്ളമായിട്ട് നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് കുറച്ച് വറുത്തും കൂടെ ഇടാം. ഞാൻ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെയാണ് ഈ വറുത്ത് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഈ കറിയുടെ യഥാർത്ഥ സ്വാദ് വരുള്ളൂ. കണ്ടോ, ഇപ്പം നല്ല സുന്ദരമായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേനയും മത്തങ്ങയും കണ്ടോ, ഈ പാകത്തിനാണ് വെള്ളം ഇരിക്കാവുള്ളൂ. കൂടുതൽ വെള്ളം ആകാൻ പാടില്ല. സുന്ദരമായ എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു.